ഞാനിന്നിവിടെ വന്നത് ഈ ഗൂഢാലോചന കേസിൽ ഏതോ ഒരു കേട്ടിട്ടില്ലാത്ത ഏതോ ഒരു പാർട്ടി മെമ്പർ കൊടുത്ത കേസ്, സം ഡെഫമേഷൻ കേസ് അഗേൻസ്റ്റ് മിസ്റ്റർ ഗോവിന്ദൻ ആൻഡ് ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ. ബട്ട് വാട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ഇസ്, ഞാൻ എന്നെൻ്റെ ഫൈറ്റ് തുടങ്ങിയോ അന്ന് മുതൽ പല കേസിലായിട്ട് എന്നെ കുടുക്കിയിട്ട് എന്നെ സൈലൻ്റ് ആക്കാനുള്ളൊരു ശ്രമമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾ ഇറലവൻറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. ഇറലവൻറ്റ് മീൻസ് അവരെന്നോട് ചോദിക്കുകയാണ്, രവി പിള്ളൈ, യൂസഫ് അലി തുടങ്ങിയവരുടെ എതിരെയുള്ള എവിഡൻസസ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയാം ഫേസ്ബുക്ക് വഴി. എവിടെയാണ് അത് സൂക്ഷിച്ചിട്ടുള്ളത്? സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ആരുടെയൊക്കെ സഹായങ്ങളാണ് എനിക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ലോക്കൽ പാർട്ടിയുടെ ഓഫേഴ്സ് എന്തൊക്കെയാണ്? ഒരു തരം ടോർച്ചർ. ഫ്രം ദിയർ ക്വസ്റ്റനിങ്, ഫ്രം ദിയർ ഇൻട്രഗേഷൻ, എന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടം വരെ വിളിച്ചു വരുത്തിയത് ഇറ്റ്സ് ബേസിക്കലി ഫോർ നത്തിങ് ബട്ട് ടു കവർ ദ കൾപ്രിറ്റ്സ്, ബട്ട് ടു കവർ സർട്ടൻ പീപ്പിൾ ഹു ആർ ബിഹൈൻഡ് ഓൾ ദീസ് തിങ്സ്. എനിക്ക് ഗോവിന്ദൻ എന്ന് പറയുന്ന ആ ജെന്റിൽമാനെ ഇതിനു മുമ്പ് അറിയത്തില്ല. അപ്പോൾ അവരെനിക്ക് പറഞ്ഞു പഠിപ്പിച്ചു തരിക പുള്ളിക്കാരൻ ഒരു എക്സ് മിനിസ്റ്റർ ആണെന്ന്. 2016 ഞാൻ CM ആയിട്ട് ഒഫീഷ്യലി റിലേറ്റഡ് ആവുന്ന സമയത്ത് ഐ നെവർ ന്യൂ ഒരു ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു ജെന്റിൽമാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലും, ബിക്കോസ് ഐ എം നോട്ട് ഇൻ ടു പൊളിറ്റിക്സ്. ഇത് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുമ്പോൾ ദി ആർ ടെല്ലിങ് മീ, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ഇത്രയും ക്ലോസ് ആയിട്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് എക്സ് മിനിസ്റ്ററിനെ ഞാൻ അറിയാത്തത്? എന്തിനാണ് ഞാൻ അദ്ദേഹത്തിന് പറയുന്നതെന്ന്. വീണ്ടും ഞാൻ പറയണം, വിജീഷ് പിള്ള എന്ന് പറഞ്ഞ ഒരു തേർഡ് പേഴ്സൺ എൻ്റെ അടുത്ത് വന്നിട്ട് ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന ഗോവിന്ദൻ എന്ന ജെന്റിൽമാനെ കുറിച്ച് പറയുന്നു, 30 crores ഓഫർ ചെയ്യുന്നു. ഇത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് വഴി പറഞ്ഞു, ഇത് ഞാൻ മീഡിയയോട് പറഞ്ഞു. അവരെന്നോട് പറയാണ്, മീഡിയയോട് എന്തിനാണ് സംസാരിക്കുന്നത്? മീഡിയ എൻ്റെ പല കാര്യങ്ങളും കട്ട് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള ഫാബ്രിക്കേറ്റഡ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പബ്ലിക്കിനോട് പറയുള്ളൂ. ഇതൊന്നും ഈ കേസുമായിട്ട് എന്തെങ്കിലും റെലവൻസ് ഉണ്ടെന്ന് ഐ ഡു നോട്ട് നോ. ED ദേ ആർ ആസ്കിങ് മീ. ED വിജീഷ് പിള്ളയോട് എന്തൊക്കെയോ ഈ കേസിനെ കുറിച്ച് ചോദിച്ചു, 30 കോടിയെക്കുറിച്ച് ചോദിച്ചു. EDയോട് ആരടുത്താണ് ഞാൻ ഈ വക വിവരങ്ങൾ പറയുന്നത്? EDയിൽ എൻ്റെ സുഹൃത്താരാണ്? ഇതൊക്കെയാണ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ. സോ ഐ തോട്ട് ഐ മസ്റ്റ് ടെൽ യു, ഓൾ ഓഫ് യു, ദാറ്റ് എന്തെങ്കിലുമൊക്കെ കേസിൽ കുടുക്കിയിട്ട് എന്നെ ഭയപ്പെടുത്തി എന്നെ പിന്നിലോട്ട് വലിക്കാനുള്ള ശ്രമമാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്. അവർ ചോദിക്കുകയാണ് +2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇത്രയും നല്ല ജോലി എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. ഇതൊക്കെ ഈ കേസുമായിട്ട് എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ എന്ന് അറിയില്ല. ഓൾ ദ വേ ഫ്രം ബാംഗ്ലൂർ ദേ ഹാവ് ബ്രോട്ട് മീ ഹിയർ. അവരെന്നോട് ചോദിക്കുകയാണ് എൻ്റെ ലൈഫിന് ത്രെറ്റ് ഉണ്ടെന്ന് എങ്ങനെ അറിയാം? എന്നിട്ട് ഇറങ്ങാൻ നേരത്ത് ചോദിക്കുകയാണ് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടോ എന്ന്. സോ ഐ റിയലി ഡോണ്ട് നോ, ഇത് ഗൂഢാലോചന എനിക്കെതിരെയാണോ അതോ ഇത് ഇവരുടെ ഗൂഢാലോചനയാണോ? എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട്, എന്നെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ എന്നെ പിന്നോട്ട് മാറ്റാനുള്ള ശ്രമമാണ്. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഫൈറ്റ് അവസാനിക്കുന്ന വരെ, ജസ്റ്റിസ് വരുന്നത് വരെയും ഐ വിൽ ഗോ ഓൺ ഫൈറ്റിംഗ്. ഐ കനോട്ട് ഗിവ് ദം. മറ്റുള്ള ഏജൻസീസിന് കൊടുത്തിരിക്കുന്ന എവിഡൻസ് ഇവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല, ബിക്കോസ് ഈ കേസുമായിട്ട് ദർ ഇസ് നോ റെലവൻസ്. There is no relevance whatsoever, and I don't know what are they up to. What is Kerala police up to? I have no clue.